ഓക്കെ, കൊച്ചിയിൽ നിന്ന് പിന്നെ നമ്മുടെ കൊച്ചിയിലും സ്ട്രോങ് റൂം തുറന്നു. എല്ലായിടത്തും അതിപ്പോൾ ആ പരിപാടിയിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊച്ചിയിൽ നിന്ന് നമ്മുടെ പിന്നെ സിബി ചേരുന്നു അല്ലേ? സിബി പിന്നെ ക്യുസാറ്റിലാണ് സിബി ഉള്ളതെന്ന് അറിയാം. അത് എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട്. എന്തുണ്ട് വിവരങ്ങൾ? ഇപ്പോൾ കുസാറ്റിലാണ് ഞാനുള്ളത്. കുസാറ്റിൽ ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കുകയാണ്. ഇവിടെ 6 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് നടക്കുന്നത്. ഒന്ന് പ്രധാനമായും കളമശ്ശേരി, കൂടാതെ തൃപ്പൂണിത്തുറ, കൊച്ചി, വൈപ്പിൻ, എറണാകുളം, തൃക്കാക്കര, ഈ 6 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുക. ഇവിടെ ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഏകദേശം 8:30 ശേഷം പിന്നെ EVM കിടക്കുകയാണ്. സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ എണ്ണുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ എല്ലാ ബൂത്ത് ഇതിന്റെ എല്ലാത്തിന്റെയും ഏജന്റുമാരെല്ലാത്തിന്റെയും എത്തിയിരുന്നു. ഇവരെല്ലാത്തിന്റെയും സ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും ഏകദേശം 2000-ലധികം ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഇവരെല്ലാത്തിന്റെയും ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പോൾ ഇവരുടെ ഓരോരോ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവിടെ ഇടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ മറ്റൊന്ന് കളമശ്ശേരി. 2 നിയമസഭാ മണ്ഡലങ്ങൾ ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കളമശ്ശേരി മന്ത്രി P. രാജീവ് മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ്. 2ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം 15,000-ലധികം വോട്ടുകൾ നേടി അദ്ദേഹം ഈ UDF-ന്റെ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ എന്നാൽ സ്ഥിതി വളരെ വലിയ ടൈറ്റ് മത്സരം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന വലിയ ആത്മവിശ്വാസം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഏകദേശം ഒരു 5,000-ലധികം 5,000 താഴെ വോട്ടുകൾക്ക് UDF-ന് ഈ മണ്ഡലം ലഭിക്കുമെന്നാണ് UDF-ന്റെ കണക്കൂട്ടൽ. എന്നാൽ ഒരു 2,000-3,000 വോട്ടിനെങ്കിലും ഇത്തവണ LDF ഈ സീറ്റ് നിലനിർത്തുമെന്ന് CPM-ഉം വിലയിരുത്തുകയാണ്. അതിന് ശക്തമായ ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് കളമശ്ശേരിയിൽ ഉണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന് തൃപ്പൂണിത്തുറയിൽ ഇത്തവണ LDF ഇത്തവണ ഈ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് അവിടെ BJPയുടെ വോട്ട് ഏറെ നിർണായകമാണ്. ഇത്തവണ 2020 മത്സരിച്ചത്. എങ്കിൽ പോലും BJPക്ക് ഏകദേശം ഒരു 30,000-ഓളം വോട്ടുകൾ ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. അതൊരു BJP വോട്ടുകൾ ചോർന്നു പോകാതിരുന്നു കഴിഞ്ഞാൽ അത് LDF-ന് ഗുണകരമാകുമെന്നാണ് LDF-ന് ഒരു കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് അവിടെ KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയില് ഇപ്പൊ നിഷാദ് നേരത്തെ പറഞ്ഞല്ലോ പലയിടത്തും 2020 പിന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തൃപ്പൂണിത്തുറയിൽ ഞാൻ എറണാകുളത്ത് എൻ്റെ മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ചിലപ്പോൾ സ്വാധീനം ഉണ്ടാക്കുക. ഇപ്പോൾ പിന്നെ ഈ അഞ്ജലി നായർ ഒരു നമ്മൾ തീരെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടന്ന് ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നു എന്നാൽ അവരിലേക്ക് പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വരുന്നത് നമ്മൾ പണിയെടുത്താൽ നമുക്ക് നല്ലത് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതൽ വോട്ടർമാരുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അതാണ് മണ്ഡലത്തിന്റെ കുഴപ്പമാണ്. മണ്ഡലത്തിന്റെ കുഴപ്പമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനില്ല. പക്ഷെ മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണനെ അവിടെ കൊണ്ടുവന്ന് മത്സരിക്കുന്നതിനോട് കുറച്ച് വിയോജിപ്പുള്ള ഇടതുപക്ഷക്കാർ അവിടെയുമുണ്ട്. അവർക്ക് കൈപ്പത്തിക്ക് വോട്ട് കൊടുക്കാനുണ്ട് മടിയുണ്ട്. ഇതാകുമ്പോൾ താമരയ്ക്ക് കൊടുക്കുകയും വേണ്ട, എന്നാൽ അതുകൊണ്ട് ചക്കയ്ക്ക് കൊടുത്തു എന്നുള്ള സംഗതിയിലേക്ക് പോയ ആളെ ഞാൻ തൊട്ട് കാണിച്ചു തരാം. കുറച്ച് സമയം അല്ല അങ്ങനെ ഞാൻ പറയാണ്. അപ്പൊ നമ്മൾ വിചിത്രമായ രീതിയിൽ വോട്ടിംഗ് നടന്നിട്ടുണ്ടാവാം. അപ്പൊ ഒന്നും അതുകൊണ്ട് ജയിക്കുന്നു എന്നൊന്നും അല്ല. അല്ല നിഷാദേ, അല്ല അത് അവർക്ക് അല്ല LDF-നായിരിക്കും കിട്ടേണ്ട വോട്ട്. BJP വോട്ടുകൾ കൃത്യമായി അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി LDF ആയിരിക്കും. കൊച്ചിയിൽ ചില സുഹൃത്തുണ്ട്. അപ്പൊ അവർ പൊളിറ്റിക്കലല്ല, ഒട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയില്ല, വോട്ടൊക്കെ ചെയ്യും. ആർക്കാ വോട്ട് ചെയ്ത്? ഇന്ന ആൾക്കാണ്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? അയാൾ നല്ല ഷർട്ട് ഇട്ട പോസ്റ്ററാണ് വോട്ട് ചെയ്തത്. അല്ല നല്ല രസമുള്ള ഷർട്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വോട്ടർമാരുണ്ട്. വോട്ടർമാരൊക്കെ പൊളിറ്റിക്കലാണ്.